ലോകത്ത് ആരുമില്ല മക്കളെ. അപ്പൊ അപ്പയോ? അപ്പന് നമ്മളെ വേണ്ട. പിന്നെ നമ്മൾ എവിടെ പോവും? എന്ത് ചെയ്യും? നമ്മള് സ്വർഗത്തിൽ പോവാ. മരിച്ചാലല്ലേ നമ്മള് സ്വർഗത്തിൽ പോവൂ. സ്വർഗത്തില് മക്കൾക്ക് കുറെ ഉടുപ്പും ഭക്ഷണം ഒക്കെ കിട്ടും. ആരും നമ്മളോട് ഇവിടെ കണക്ക് വരാൻ ആരും വരൂല. പേടിയാണ്. മക്കളെന്തിനാ പേടിക്കണ? അമ്മല്ല കൂടെ. ശരിക്കും അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പോവാനാ ഇഷ്ടം. പക്ഷെ അമ്മ നിങ്ങളിവിടെ ഒറ്റയ്ക്കാക്കി പോയാ നിങ്ങൾ ആരും നോക്കരുന്നത് നരകിക്കും. അമ്മ സമ്മതിക്കില്ല. അമ്മയ്ക്ക് മക്കളെ ഇഷ്ടമുള്ളതുകൊണ്ടാ നമ്മൾ ഒരുമിച്ച് പോണത് കേട്ടോ. അമ്മയല്ലേ കൂടെ. മക്കളെ പേടിക്കണ്ട കേട്ടോ. അമ്മ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പേടിയാവോ? എന്നാലും പോണ്ട അമ്മ, നമുക്ക് പോണ്ട. പറയണൊക്കെ അമ്മ പോണ്ട അമ്മ. വേണ്ട അമ്മ, പോണ്ട. അമ്മ പോണ്ട. അമ്മ വേണ്ട, അമ്മ പോണ്ട. അമ്മ വേണ്ട, അമ്മ പോണ്ട. അമ്മ വേണ്ട, അമ്മ പോണ്ട. അവിടെ നിൽക്ക്. നമുക്ക് സമാധാനം ഉണ്ടാക്കാം. നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ വിളിച്ച് ആത്മഹത്യ ചെയ്യാനാണോ വരുന്നത്? ഇതിന്റെ പേരിൽ കേസെടുക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അത് ഞങ്ങളുടെ പിഴവായിട്ടല്ലേ കാണുള്ളൂ. പോരാത്തന്നെ ഇത് ഞങ്ങളുടെ ജോലിയും ബാധിക്കും. നിങ്ങൾക്കൊക്കെ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഓടി വന്ന് ട്രെയിനിൻ്റെ ഇടയിൽ ചാടി മതിയല്ലോ. അതിന്റെ പിറകെ കഷ്ടപ്പെടാൻ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്ത് സോറി? നിങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ മുഖം ഒന്ന് ചിന്തിച്ചെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ തോന്നുമായിരുന്നോ? നിങ്ങളൊരു അമ്മയല്ലേ? അമ്മ ആയതുകൊണ്ടാ സാറേ ഞാൻ മരണത്തിന് മോൻ എന്റെ കുട്ടികളെ കൂടെ കൂട്ടാന്ന് വിചാരിച്ചത്. ഞാൻ ഒറ്റയ്ക്ക് മരിച്ചു കഴിഞ്ഞാ എന്റെ മക്കളെ പിന്നെ ആരും നോക്കാനില്ലാതെ അവർ കഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. അത്രയ്ക്ക് ജീവൻ എനിക്കെന്റെ മക്കളെ. സോറി. പാവങ്ങളല്ലേ സാറേ. ഓക്കേടാ മുത്തേ, കഴിച്ചോ? സാറേ ഞങ്ങളെ ഏതെങ്കിലും ഷെൽട്ടർ ഹോമിലൊന്നും ആക്കി തരാൻ പറ്റുമോ? എന്തിനാ? നിങ്ങൾക്ക് വീടില്ലേ? അല്ല, നിങ്ങളുടെ വീട് എവിടെയാ? വീട് ആരോട് വെച്ചോണ്ടാ നീ അരിപ്പൊടി എടുത്തത്? അത് അപ്പച്ചൻ വരുന്നുണ്ട് അമ്മച്ചി. അപ്പൊ ഞാൻ അപ്പോസ്റ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പച്ചൻ കുറെ നാളുകൂടി വരില്ലേ. നിന്റെ തന്തയ്ക്ക് കൊടുക്കാനാണോ ഞാൻ അരിപ്പൊടി വെച്ചേക്കുന്നത്? നിന്റെ തൊന്ത എന്താ ആഹാരം കാണാൻ കിടക്കുവാണോ? ഓ, പട്ടിണിയും ദാരിദ്ര്യമുള്ള വീടല്ലേ, പിന്നെ എങ്ങനാ? എന്റെ അപ്പച്ചൻ ആഹാരം കാണാതെ കിടക്കൊന്നുമല്ല അമ്മച്ചി. അപ്പച്ചനോടുള്ള സ്നേഹം കൊണ്ടാണ് അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. ഓ, അപ്പച്ചനോടല്ലേ സ്നേഹം? അപ്പച്ചൻ ഇങ്ങോട്ട് കെട്ടി കഴിഞ്ഞപ്പോഴേ പൊന്നും പണം തന്നിട്ടില്ലല്ലേ വിട്ടത്? ആ, ഇനി ആ 10-13 വർഷം ഞാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ട് ഇനി കൊണ്ട് ബാക്കി വെച്ച് വെച്ചാ തരാന്. എന്നെ കൊണ്ടൊന്ന് വായി വെഞ്ഞൊന്ന് പറയിപ്പിച്ചേക്കല്ലേ, കേട്ടല്ലോ? ഇങ്ങനെയൊക്കെ പറയുന്നത്
അപ്പച്ചൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നേനെ. ഈ അപ്പച്ചനോട് സ്നേഹം എനിക്ക് മനുഷ്യനെ കണ്ണെടുത്താ കണ്ടുകൂടാ. ദേ ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഭർത്താവിനെ നിരക്കാത്ത എന്നെ കൊണ്ട് പറയിപ്പിച്ചേക്കല്ലേ. ഞാൻ പറഞ്ഞേക്കാം. വാ അപ്പച്ചൻ. നിങ്ങൾ വന്നോ? അപ്പച്ചൻ വന്നമ്മ? ഞാൻ വന്നിട്ടില്ല, ഇപ്പൊ വരും. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോയിട്ട് കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റിട്ട് വാ. അപ്പോഴേക്കും അമ്മ ചായ ബിസ്ക്കറ്റൊക്കെ എടുത്ത് വെക്കാം. ചെല്ല്. എന്തിനാ കരഞ്ഞേ? ഞാൻ കരഞ്ഞില്ലല്ലോ. സത്യം പറ, അമ്മച്ചി വഴക്ക് പറഞ്ഞോ അമ്മേ? ഇല്ല. പ്രോമിസ്? പ്രോമിസ്. ശരി അമ്മ. പോയി കുളിച്ചിട്ടാ. ചെല്ല്. Stone, paper, scissor. മക്കളെ മക്കൾക്ക് സുഖം തന്നെ? സുഖം അപ്പച്ചാ. അപ്പച്ചന് സുഖാണോ? സുഖമാണ്. അമ്മ എവിടെ? അമ്മ അകത്തുണ്ട്. അമ്മ ദാ അപ്പച്ചൻ വന്നു. അല്ല അപ്പച്ചൻ ഞങ്ങൾക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നേ? മക്കളെ ഇതാ മക്കൾക്ക് ഇതാ പലഹാരവും മിഠായിയും ഒക്കെ ഉണ്ട് കേട്ടോ. രണ്ടുപേരും പോയി കഴിച്ചോളൂ. ഇല്ലേ പാപ്പാ? ടോയ്സ് വാങ്ങിക്കാം മക്കളെ. അപ്പച്ചൻ്റെ ഇപ്പൊ കാശില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോ ടോയ്സ് വാങ്ങിച്ചോണ്ട് അപ്പച്ചൻ വരാം. എന്ത്? മോളെ സുഖമാണ് മോളെ? സുഖം സുഖം. ആ ശരി. അപ്പച്ചനാകെ ക്ഷീണിച്ചു പോയല്ലോ. അത് മോളെ അത് ഞാൻ മൂന്നാറില് ഒരു പ്ലംബിംഗ് പണി ഉണ്ടായിരുന്നു. കുറച്ച് കാശ് കിട്ടുമല്ലോ എന്ന് ഓർത്താണ് അതിന് ഏറ്റത്. അപ്പോൾ അവിടുത്തെ തണുപ്പ് എനിക്ക് സഹിക്കാൻ വയ്യ. അതിൽ ഒരാഴ്ച പനി പിടിച്ച് കിടപ്പേ. അയ്യോ, അതാണ് ഈ ക്ഷീണം. അപ്പച്ചൻ വിളിച്ചപ്പോ പറഞ്ഞില്ലല്ലോ. അത് നീ മക്കളെ വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ചു. മോളെ ഇത് അമ്മ തന്നു വെച്ചാണ്. എന്താ മാങ്ങാച്ചാർ തന്നു വെച്ചത്. ആണോ? ഹായ്. മോക്ക് വലിയ ഇഷ്ടമല്ലേ? പിന്നല്ലാതെ. നല്ല മണമുണ്ട്. ഓ 3-4 മാസം കൂടി ഇരുന്ന് മോളെ കാണാൻ വന്നപ്പോ കൊണ്ടുവന്നതാ മാങ്ങാച്ചാറ്. കഷ്ടം. ഇങ്ങനൊരു വീട്ടിൽ നിന്നാണല്ലേ എൻ്റെ അമ്മ പെണ്ണ് കെട്ടിയത്. അവന്റെ വിധി എന്ന് പറയാം, അല്ല എന്ത് ചെയ്യാനാ. കഷ്ടം. മക്കളെ നിനക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുന്നില്ലല്ലേ? നിന്നെ വിളിച്ചോണ്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മക്കൾക്കറിയാമല്ലോ വീട്ടിലെ കാര്യങ്ങൾ. ഇവിടെയാണെങ്കിൽ ചീത്ത വിളിയും ബഹളവും ഒക്കെ ആണെങ്കിലും തല്ലൊക്കെ ഉണ്ടെങ്കിലും തന്നെ പട്ടിണി നടക്കാതെ കഴിയല്ല മക്കളെ. അതാണ് ഞാൻ അപ്പച്ച ഓർത്തത് കേട്ടാ. വീട്ടിലാണെങ്കിൽ നിന്നെയും കുഞ്ഞുങ്ങളെയും പോറ്റാനുള്ള വലിയ അപ്പച്ചിങ്ങനെ മക്കളെ. അതാണ് കാര്യം. അമ്മച്ചി ഇങ്ങനെ വായി തോന്നിട്ട് വിളിച്ച് പറയുന്നേ ഉള്ളൂ. മനസ്സിൽ സ്നേഹമുണ്ട്. മോളെ സന്തോഷില്ലേ ഇവിടെ? ചായം കോയമ്പത്തൂർ പോയിരിക്കാം, ഇന്ന് വരും. നിന്നെ തല്ലാറുണ്ടോ? ഇപ്പോൾ തല്ലാറുണ്ടോ നിന്നെ? അത് കുടിച്ചിട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. പക്ഷെ ഞാൻ പിന്നെ ഒന്നും മിണ്ടാൻ പോവാറില്ല. തല്ലാറൊന്നുമില്ല, നിർത്തി. അപ്പച്ചൻ ചായ ഇരിക്കും. വേണ്ട 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 മോളെ, ഒരു തുള്ളി വെള്ളം ഇന്നിനി എനിക്ക് വേണ്ട. എനിക്ക് അത്രയ്ക്ക് വിഷമം എനിക്ക് അനുഭവപ്പെട്ടു. പോട്ടെ, വേണ്ടതാണോ? വേണ്ട. ചായ വന്ന് കണ്ടിട്ട് പോയാ പോരെ? അങ്ങനെ സമയമില്ല മോളെ, ഞാൻ പോവുകയാണ് മോളെ. അത്യാവശ്യമുണ്ട്. മോളെയും കുഞ്ഞുങ്ങളെയും കാണാൻ സാധിച്ചു, കണ്ടു. അപ്പച്ചൻ വീട്ടിൽ പോകുന്നു. വേറെ ദിവസം വരാം കേട്ടോ. അപ്പച്ചനെ ഇറങ്ങിക്കോ. മക്കളെ ഇത് അപ്പച്ചൻ പോവാന്ന്. മക്കളെ വാ മക്കളെ. അപ്പച്ചൻ ഇന്ന് തന്നെ പോവാണോ? പോവുകയാണ് മക്കളെ. അപ്പച്ചൻ ഇനി ഒരു 2 ദിവസം ദിവസം കൂടെ നിന്നിട്ട് പോവാ അപ്പച്ചൻ. ഇനി ഒരു ദിവസം വന്നിട്ട് 2 ദിവസം നിൽക്കാൻ കേട്ടോ മക്കളെ. എന്ത് ഇപ്പോൾ പോയി കളിച്ചോ. ഓക്കെ മോളെ, ഞാൻ വന്നത് വേറൊരു കാര്യത്തിനാണ്. എന്താ അപ്പച്ച? കുറച്ച് കാശ് നിന്നോട് കടം ചോദിക്കാനാണ് വന്നത്. എൻ്റെ എവിടുന്ന അപ്പച്ച കാശ്? നിനക്കറിയാമല്ലോ അമ്മയുടെ കാര്യം. അമ്മയ്ക്ക് ഓപ്പറേഷൻ നടത്താനുള്ള പൈസക്കാണ് ഞാൻ കിടന്ന് ഓടുന്നത്. എങ്ങനെയെങ്കിലും അത് ഉണ്ടാക്കിയേ പറ്റും. അവളുടെ വേദന കാണാൻ വയ്യ എനിക്ക്. സത്യം പറഞ്ഞാൽ എനിക്ക് അത്രത്തോളം വിഷമമുണ്ട്. സന്തോഷം ചോദിച്ചാൽ വല്ലതും കിട്ടുമോ? അവൻ തരുമോ? അറിയില്ല അപ്പച്ച, ഞാൻ ചോദിച്ചു നോക്കാം. വേണ്ട, നീ ചോദിക്കണ്ട പോയെ.
അങ്ങനെ ചോദിച്ച നമുക്ക് അത് വേണ്ട, ഞാൻ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം കേട്ടോ. എന്തായാലും പൈസ ഉണ്ടാക്കിയേ പറ്റൂ, അമ്മയുടെ ഓപ്പറേഷൻ നടത്തിയേ പറ്റൂ. അവളെ കഷ്ടപ്പെടുന്നത് കാണാൻ വയ്യ എനിക്ക്. ചെമ്പോട്ട മോളെ, ചെമ്പോട്ട മോളിരുന്നു, വിഷമിക്കണ്ട, നീ ഇതൊന്നും വേറെ ഒന്നും ചിന്തിക്കണ്ട. അപ്പം എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം കേട്ടോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മേലെ എന്റെ വീട്ടിൽ നിന്ന് ഒരു ചില്ലി പൈസ കൊണ്ട് നിന്റെ വീട്ടിൽ കൊടുത്തേക്കല്ലോ. എന്റെ മോന്റെ കാശും ചോദിച്ചോണ്ടേ നിന്റെ അപ്പൻ നീ മേലെ ഇങ്ങോട്ട് വന്നേക്കല്ലോ കേട്ടാ. ആണോ കേട്ടോ. സർവസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ നിന്റെ നാമം ശുദ്ധമാക്കണമേ, ഞങ്ങളുടെ പോകണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളോട് ആഹാരം തരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളോട് കടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എന്റെ കർത്താവിനെ കുറിച്ച് എല്ലാം പിള്ളേരും കൂടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരിക്കും ഞാൻ ചാവാൻ വേണ്ടിയിട്ട്. തള്ളേ, നിങ്ങളുണ്ട് അവരവിടെ? ഓ, ഇങ്ങനെ ഒരു സാത്താന്റെ സന്തതിയാണല്ലോ എന്റെ വയറ്റിൽ കൊടുത്തത്. സാത്താൻ്റെ സന്തതി. മക്കളെ, അന്നേ അച്ഛൻ്റെ അടുത്ത് ഒരു ഉമ്മ തരട്ടെ. മോളും വാ. മോളെ, നിങ്ങൾ അപ്പുറത്ത് പോയി പഠിച്ച ചെല്ല. ഇച്ചായ എന്തിനാ ഇങ്ങനെ ബോധം പോകുന്ന പോലെ കുടിക്കുന്നത്? ആവശ്യത്തിന് കുടിച്ചാ പോരെ? നീ ആരുടെ എന്നെ ഉപദേശിക്കും? പോയി ഫോട്ടോ എടുത്തേടി. ഉപദേശിക്കാൻ വന്നേ. ഇച്ചായത്തെ ഭക്ഷണം താഴെ പോണു. ഇച്ചായ എന്നൊരു കാര്യം ചെയ്യും. നീ ഒന്ന് തിന്നേ. പറഞ്ഞിട്ടുണ്ട് ഉപദേശിക്കാൻ വരല്ല. കള്ളയ മോളും വന്നേ. രണ്ടിനെ കൊന്നോളാ. സാരല്ലേ, പേടിക്കണ്ട. കള്ളു കുടിച്ചിട്ട് ബോധമല്ലോ ഓരോന്ന് ചെയ്യണത് കേട്ടോ. അമ്മയ്ക്ക് വേദന കേട്ടോ.
വേണടി? നീ തുറക്കണേ. എൻ്റെ കാശ് എവിടെയാടി? ചായ കാശ് കൊണ്ടുവന്നായിരുന്നോ? എനിക്കറിയാൻ പാടില്ല. എനിക്കറിയാൻ പാടില്ല. പൈസ കൊണ്ടുവന്ന കാര്യം പോലെ ഈ രാത്രി മനുഷ്യനൊന്നും ഉറങ്ങണ്ടേ? നിങ്ങൾ എടുക്കാത്തുള്ള എൻ്റെ കാശ്? ഞാനോ? ഞാൻ നിന്റെ കാശൊന്നും എടുത്തിട്ടില്ല. എനിക്ക് എൻ്റെ കമ്പനി കൊടുക്കാനുള്ള 19,000 രൂപയുണ്ട്. ആരാന്ന് വെച്ചാൽ തന്നോ? എനിക്ക് ഭ്രാന്ത് എടുക്കുന്നുണ്ട്. നീ ഇവിടെ കാശ് കൊണ്ടാണോ വന്നത്? പിന്നെ അല്ലാതെ അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ ചോദിക്കുന്നത്. ഓ അത് ശരി. അതെന്നാ ഇവിടെ എടുത്തതായിരിക്കും. അതെ, ഇന്നിവിടെ അച്ഛനെ പൈസ, അവളെ അമ്മയുടെ ചികിത്സയ്ക്ക് പൈസ വേണമെന്നു വന്നിട്ടുണ്ടായിരുന്നു. 2 എണ്ണം കൊടുത്തിട്ട് ചോദിക്കും. അവള് പറയും നീ കള്ളി പൈസ കൊടുക്കണേ. 2 എണ്ണം കൊടുത്തിട്ട് പറയിപ്പിക്കടാ. എങ്ങനെ പറയിപ്പിക്കണമെന്ന് എനിക്കറിയാടി. കുത്തി കീറുന്നു. ഓട്ടോണ് സാർ എന്നെ ഇവിടെ വരെ എത്തിച്ചത്. അല്ല, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും കാലം ആ തള്ളയെ മോനെ സഹിച്ച് അവിടെ നിന്നത്? നിങ്ങൾക്ക് ഈ കുട്ടികളെയും കൊണ്ട് അവിടെ നിന്ന് അന്തസ്സായിട്ട് എവിടെയെങ്കിലും പോയി അധ്വാനിച്ച് ജീവിച്ചൂടെ? അതിനുള്ള ധൈര്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല സാറ്. നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ എന്തായാലും ഇത് കേസാക്കാണ്ടിരിക്കില്ല. കേസൊന്നും ആക്കണ്ട. എനിക്ക് മക്കൾക്ക് കയറി ചെല്ലാൻ പിന്നെ വേറൊരു സ്ഥലമില്ല. അപ്പം നിങ്ങൾ വീണ്ടും അയാളുടെ അവരുടെ അമ്മയുടെ അടുത്തുവാണോ നിങ്ങൾ കയറി ചെല്ലാൻ പോണം തല്ലുകൊള്ളാൻ? നിങ്ങൾ കേസെടുക്കണ്ടെന്ന് പറഞ്ഞാലൊന്നും നമുക്ക് കേസെടുക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്തായാലും നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. എന്തായാലും അവൻ നാളെ സ്റ്റേഷൻ വരെ വരേണ്ടി വരും. ബാക്കി എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. സാറേ വിളിപ്പിച്ചായിരുന്നു. നിനക്കൊന്നും അറിയില്ലല്ലേടാ? നിന്റെ ഭാര്യയും മക്കളും കാണാതായിട്ട് എത്ര ദിവസമാടാ? സാറേ 2. എന്നിട്ട് നീ എന്താ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാത്ത? സാറേ ഇവളെ ഇടയ്ക്ക് ഈ പിള്ളേരുമായിട്ടൊക്കെ ഇറങ്ങി പോകാറുണ്ട്. ഇവളെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയിന് എന്തിനാ സാർ പരാതി? ഉണ്ടായിരിക്കടാ. എടാ, ഒരു പാവ സ്ത്രീയും മക്കളെയും കാണാതായിട്ട് അതൊന്നും അന്വേഷിച്ചു പോലും ഇറങ്ങാത്ത നീയൊക്കെ ഒരു ആണാണോടാ? ഒരു ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ച. ട്രെയിനിന്റെ മുമ്പ് ചാടാൻ നിന്നതാ. പോലീസുകാർ കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടിരിക്കണം. ഇവരെ ശാരീരികവും മാനസികമായിട്ട് പിടിപ്പിക്കാൻ നോക്കിയ നിന്നെ, നീയും നിന്റെ അമ്മ എല്ലാരെയും ഞാൻ അഴിയണിക്കും. നോക്കിക്കോ. എനിക്ക് പരാതിയില്ല സാറ്. പക്ഷെ ഞാൻ കട്ടെടുത്തു എന്ന് പറഞ്ഞ കാശ് അതെവിടെയാന്ന് എനിക്കറിയണം. എവിടെയാടാ? സാറേ അത് എൻ്റെ പോക്കറ്റിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ ഈ ഒരു അശ്രദ്ധ കാരണം എന്തോരം അനുഭവിച്ചു. നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാ ചെയ്യുന്നത്. ദേഷ്യം വരുമ്പോ ഒന്നും ആലോചിക്കാതെ പറയാതെ തല്ലും കൊല്ലും ഒക്കെ ചെയ്യും സാറ്. ഇയാളുടെ അടി കിട്ടാത്ത ഒരു ഇച്ച സ്ഥലം പോലും ഞാൻ ശരീരത്തിലില്ല സാറ്.
സാറേ ഭാര്യയും ഭർത്താവുമ്പോൾ ഇതൊക്കെ സാധാരണയല്ലേ? അങ്ങനെയാണെങ്കിൽ നല്ലോണം നീ അവിടെ ആ വീട്ടിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ. ആ വീട്ടിലേക്ക് എനിക്ക് ഇനി പോണ്ട. എനിക്കൊരു പരാതിയില്ല. എനിക്ക് ജീവിക്കണം. എന്തെങ്കിലും തൊഴിൽ ചെയ്തിട്ടേക്ക് എന്റെ മക്കളെ നോക്കണം. എനിക്ക് ജീവിക്കണം സാറേ. ഇയാളിനെ ഉപദ്രവിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് സാറ് വാങ്ങി തന്നാ മതി. ഒരപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. സാറേ അവള് പോണേ പൊക്കോട്ടെ, പക്ഷെ എൻ്റെ പിള്ളേരെ കൊടുക്കാൻ പറ്റത്തില്ല സാർ. എടാ നീ ഞങ്ങൾക്ക് അപ്പനെ വേണ്ട. അപ്പൻ ചീത്തയാ. അപ്പൻ കള്ളു കുടിച്ചിട്ട് അമ്മ ഒരുപാട് ഉപദ്രവിക്കും. കേട്ടല്ലടാ മോള് പറഞ്ഞത്. എടാ ഉണ്ടാക്കി ഇട്ടാ പോരാ, സ്നേഹം കൂടെ കൊടുക്കാൻ പഠിക്കണം, എന്നാലേ അത് തിരിച്ചു കിട്ടൂ. നിങ്ങൾ പൊയ്ക്കോ, ഇവന്റെ കാര്യം ഞാൻ ശരിയായിക്കോളാം. താങ്ക് യു സാർ. സാറേ അവള് പോണെങ്കിൽ പോട്ടെ, ഞാൻ പൊക്കോട്ടെ സാറേ. സന്തോഷം അങ്ങനെ അങ്ങ് പോകാൻ പറ്റും. അവർക്ക് പരാതി കാണൂല, പക്ഷെ സ്വമേധയാ കേസെടുത്ത് നിന്നെ ഒന്ന് ഉപദേശിക്കാതെ വിട്ടാൽ ദൈവം പോലും പൊറുക്കൂല. നീ ഇനി പെണ്ണുങ്ങൾ അടിക്കോടാ, പറ്റുന്ന ഇതാണോ പറ്റണേ?